വെൽക്കം ടു ഈസി സ്കോട്ട്സ്. ഇറ്റ്സ് മീ ഹരിത. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് സെമസ്റ്റർ സൈക്കോളജിയിലെ യൂണിറ്റ് 3 ആണ്. യൂണിറ്റ് 3ൽ കുറച്ചധികം സൈക്കോളജിക്കൽ തിയറീസ് വരുന്നുണ്ട്. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് തിയറീസ് ഓഫ് ലേണിംഗ് ആണ്. ലേണിംഗ് തിയറീസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതിൽ 2 തരത്തിലുള്ള തിയറീസ് ആണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ബിഹേവിയറിസ്റ്റ് വ്യൂസ് അബൌട്ട് ലേണിംഗ് ആൻഡ് കോഗ്നിറ്റീവ് വ്യൂസ് അബൌട്ട് ലേണിംഗ്. ഇതിൽ ഫസ്റ്റ് വരുന്നത് ബിഹേവിയറിസ്റ്റ് വ്യൂസ് അബൌട്ട് ലേണിംഗ് ആണ്. അതിൽ വരുന്ന 3 ടൈപ്പ് ഓഫ് തിയറീസ് ആണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്, ട്രയൽ ആൻഡ് എറർ തിയറി, മൂന്നാമത്തേതാണ് ഓപ്പറന്റ് കണ്ടീഷനിങ്. അടുത്ത ഒരു സെക്ഷനാണ് കോഗ്നിറ്റീവ് വ്യൂസ് അബൌട്ട് ലേണിംഗ്. ലേണിങ്ങിൻ്റെ കോഗ്നിറ്റീവ് തലങ്ങളിലെ വിശദമായി പഠിച്ച തിയറീസ് ആണ് അതൊക്കെ. അതിൽ വരുന്നത് ജീൻ പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി, ദെൻ ലേണിംഗ് തിയറി ഓഫ് ബ്രൂണർ, ലേണിംഗ് തിയറി ഓഫ് വൈഗോട്സ്കി, ദെൻ സോഷ്യൽ ലേണിംഗ് തിയറി ഓഫ് ആൽബർട്ട് ബന്ധൂര, പിന്നെ വരുന്നത് ലേണിംഗ് തിയറി ഓഫ് ഡേവിഡ് ഒസബൽ. ഈ തിയറീസ് ആണ് കോഗ്നിറ്റീവ് വ്യൂസിൻ്റെ അണ്ടറിൽ വരുന്നത്. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബിഹേവിയറിസ്റ്റ് വ്യൂസ് അബൌട്ട് ലേണിങ്ങിൻ്റെ 3 തിയറീസും, അതേപോലെ കോഗ്നിറ്റീവ് വ്യൂസിലേക്ക് വരുമ്പോൾ നമ്മൾ ജീൻ പിയാഷെയുടെ തിയറി ക്ലിയർ ആയിട്ട് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അത് വിടുകയാണ്. അത് നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നോക്കി പഠിക്കുക. ദെൻ അതേപോലെ ബ്രൂണറുടെ തിയറിയും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആൽബർട്ട് ബന്ധൂരയുടെ സോഷ്യൽ ലേണിംഗ് തിയറിയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. സോ ആ വീഡിയോ കാണാത്തവർ അത് പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്, പോയി നോക്കുക കേട്ടോ. ബാക്കിയുള്ള തിയറീസ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പഠിക്കും. സോ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ബിഹേവിയറിസ്റ്റ് ലേണിംഗ് തിയറീസിലേക്ക് വരുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള തിയറിയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി. ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കേണ്ട പേര് ഇവാൻ പാവ്ലോവ് എന്നാണ്. ഇവാൻ പാവ്ലോവ് എന്ന് പറയുന്നത് ഒരു റഷ്യൻ ഫിസിയോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ തിയറിയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി. ഇങ്ങനെയുള്ള ഒരു ബിഹേവിയറിസ്റ്റ് ലേണിംഗ് തിയറിയുടെ ആദ്യമായിട്ട് അതിലേക്കൊരു ലേണിംഗ് തിയറി കൊണ്ടുവന്നിട്ടുള്ളത് ഇവാൻ പാവ്ലോവ് ആണ്. ഈ ഒരു മേഖലയിൽ, ഈ ഒരു ഏരിയയിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു തിയറി കൊണ്ടുവന്നിട്ടുള്ളത് അദ്ദേഹം ആയതുകൊണ്ട് ഈ ഒരു തിയറിക്ക് അതുകൊണ്ടാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നുള്ള ഒരു പേര് വന്നത്. നമുക്കറിയാം ക്ലാസിക്കൽ ഫിലിംസ്, അതേപോലെ ക്ലാസിക് എന്നൊക്കെ പറയുന്നത് ഏറ്റവും ഓൾഡ് ആയിട്ടുള്ള, ഏറ്റവും ട്രഡീഷണൽ ആയിട്ടുള്ളതാണല്ലേ. സോ അതുകൊണ്ട് തന്നെയാണ് ഇതിന് ക്ലാസിക്കൽ കണ്ടീഷൻ എന്നുള്ള ഒരു പേര് വന്നിട്ടുള്ളത്. ഈ ബിഹേവിയറിസ്റ്റ് ലേണിംഗ് തിയറീസിന്റെ മറ്റൊരു പേരാണ് കണക്ഷനിസ്റ്റ് തിയറീസ് എന്ന്. എന്തുകൊണ്ടാണ് കണക്ഷനിസ്റ്റ് തിയറീസ് എന്ന് ഈ ബിഹേവിയറിസ്റ്റ് തിയറീസിന് പറയുന്നത് എന്നറിയോ? ദേ കൺസിഡർ ലേണിംഗ് ആസ് എ മാറ്റർ ഓഫ് കണക്ഷൻ ബിറ്റ്വീൻ സ്റ്റിമുലി ആൻഡ് റെസ്പോൺസ്. ലേണിംഗ് എന്ന് പറയുന്നത് സ്റ്റിമുലിയും റെസ്പോൺസും തമ്മിലുള്ള ഒരു കണക്ഷനാണ് എന്നാണ് ബിഹേവിയറിസ്റ്റ് തിയറീസ് ഒക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ബിഹേവിയറിസ്റ്റ് തിയറീസിനെയൊക്കെ നമ്മൾ കണക്ഷനിസ്റ്റ് തിയറീസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ബിഹേവിയറിസ്റ്റ് തിയറീസ് ഒക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ ബിഹേവിയേഴ്സും നമുക്ക് കിട്ടുന്നത് കണ്ടീഷനിങ്ങിലൂടെയാണ് എന്നാണ് ബിഹേവിയറിസ്റ്റ് തിയറീസ് ഒക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാരക്ടർ ഫോർമേഷൻ അല്ലെങ്കിൽ നമ്മുടെ ആക്ഷനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏറ്റവും വലിയ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് നമ്മുടെ എൻവയൺമെൻറ്റ് ആണെന്നാണ് ബിഹേവിയറിസ്റ്റ് തിയറീസ് ഒക്കെ പറയുന്നത്. ഇവിടെ കണ്ടീഷനിങ്ങിൽ നമ്മുടെ ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ഹാബിറ്റ് ഫോർമേഷൻ ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് അസോസിയേഷൻ ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. ആദ്യം അസോസിയേറ്റ് ചെയ്യുക, പിന്നീട് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതാണ് ഇവിടെ ഈ ഒരു ലേണിംഗ് തിയറി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയുടെ മറ്റു പേരുകളാണ് കണ്ടീഷൻഡ് റെസ്പോൺസ് തിയറി, റെസ്പോണ്ടൻറ്റ് കണ്ടീഷനിങ് തിയറി, അതേപോലെ എസ് ടൈപ്പ് തിയറി, പാവ്ലോവിയൻ തിയറി എന്നൊക്കെ നമ്മുടെ ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി അറിയപ്പെടുന്നുണ്ട്. സോ ഇവാൻ പാവ്ലോവ് ആണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയുടെ വക്താവായിട്ട് വന്നിട്ടുള്ളത്. പാവ്ലോവ് എന്തിലാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടുള്ളത്? യെസ്, ഡോഗിലാണ് അദ്ദേഹം തൻ്റെ എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടുള്ളത്. ക്ലാസിക്കൽ കണ്ടീഷനിങ്, പാവ്ലോവ്, ഡോഗ് എന്ന് മനസ്സിൽ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മളത് മറന്നു പോവില്ല. സോ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റ് ഇതായിരുന്നു. നമുക്കറിയാം ഏതൊരു ഡോഗിനും നമ്മൾ മീറ്റ് ഇതിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കഴിക്കാനുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ടാവും അല്ലേ. സോ അവർ നാച്ചുറലായിട്ട് സലൈവേറ്റ് ചെയ്യും അല്ലേ. സോ അത് തന്നെയാണ് പാവ്ലോവിൻ്റെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഒരു വിശന്ന് നിന്ന ഒരു ഡോഗിൻ്റെ മുമ്പിലേക്ക് അദ്ദേഹം മീറ്റ് കൊണ്ടുവന്ന് വെക്കുകയാണ്. സോ മീറ്റ് കൊണ്ടുവന്ന് വെക്കുമ്പോൾ അത് നോർമലായിട്ട് സലൈവേറ്റ് ചെയ്യും അല്ലേ. സോ അതാണ് അൺകണ്ടീഷൻഡ് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇവിടെ സ്റ്റിമുലി എന്ന് പറയുന്നത് എന്താണ്? മീറ്റാണ് സ്റ്റിമുലി. അതിനെയാണ് നമ്മൾ എസ് എന്ന് സൂചിപ്പിക്കുന്നത് കേട്ടോ. സോ ഇവിടെ നാച്ചുറൽ സ്റ്റിമുലി ആണ്
മീറ്റ് എന്ന് പറയുന്നത്. ആ മീറ്റ് കൊടുക്കുമ്പം നാച്ചുറലായിട്ട് അൺകണ്ടീഷൻഡ് ആയിട്ടുള്ള റെസ്പോൺസാണ് ഡോഗ് തരുന്നത്. ഡോഗ് സലൈവേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. പിന്നീട് ഈ മീറ്റ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ പാവ്ലോവ് എന്ത് ചെയ്യുന്നു, ഒരു ബെല്ല് കൂടി റിങ് ചെയ്യുന്നു, ബെല്ലടിക്കുന്നു. അതിനോടൊപ്പം തന്നെ മീറ്റ് കൊടുക്കുന്നു. ആദ്യമൊന്നും ഡോഗ് ഈ ബെല്ല് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല അല്ലേ. പക്ഷേ ആഫ്റ്റർ സം ഡേയ്സ്, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഡോഗിൽ വരുന്ന മാറ്റം എന്താണ്? ഈ ബെല്ലടിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ മീറ്റ് കാണുന്നില്ല, ബെല്ലടിക്കുമ്പോൾ തന്നെ ഡോഗ് സലൈവേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. സോ അവിടെ എന്താണ്, ബെല്ല് എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറൽ സ്റ്റിമുലി ആയ മീറ്റിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണല്ലേ. ബെല്ലടിക്കുമ്പോൾ തന്നെ സലൈവേറ്റ് ചെയ്യാണ്. അപ്പം നമ്മളൊരു നാച്ചുറൽ സ്റ്റിമുലിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒരു ആർട്ടിഫിഷ്യൽ സ്റ്റിമുലി കൊടുത്തിട്ട് നമ്മൾ ഈ സെയിം നാച്ചുറൽ റെസ്പോൺസ് ആക്കി എടുക്കുകയാണ്. സോ അതായിരുന്നു നമ്മുടെ പാവ്ലോവിൻ്റെ പരീക്ഷണം. അദ്ദേഹം അതൊരു 3 സ്റ്റേജസിലൂടെയാണ് വിവരിച്ചിട്ടുള്ളത്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബിഫോർ കണ്ടീഷനിങ്, കണ്ടീഷനിങ് ആൻഡ് ആഫ്റ്റർ കണ്ടീഷനിങ്. ബിഫോർ കണ്ടീഷനിങ് എന്ന് പറയുന്നത് മീറ്റ് മീറ്റ് കൊടുക്കുമ്പോൾ തന്നെ ബെല്ലടിക്കുന്നുണ്ട്, പക്ഷെ അത് ശ്രദ്ധിക്കുന്നില്ല. സോ നാച്ചുറൽ ആയിട്ടുള്ള റെസ്പോൺസ് നമുക്ക് അവിടെ കിട്ടുകയാണ്. സോ കണ്ടീഷനിങ്ങിൻ്റെ സമയത്ത് അദ്ദേഹം ഫുഡ് കൊടുക്കുന്നു, അതായത് മീറ്റ് കൊടുക്കുന്നു. മീറ്റ് എന്ന് പറയുന്നത് നാച്ചുറൽ സ്റ്റിമുലിയാണ്. അതിനോടൊപ്പം തന്നെ കണ്ടീഷൻഡ് സ്റ്റിമുലി കൂടി, ബെല്ല് കൂടി അദ്ദേഹം അടിക്കുന്നു. കിട്ടുന്ന റെസ്പോൺസ് എന്താണ്? കിട്ടുന്ന റെസ്പോൺസ് സലൈവേറ്റ് ചെയ്യുന്നു. അത് ഒരു നാച്ചുറൽ റെസ്പോൺസ് ആണ്. ആഫ്റ്റർ കണ്ടീഷനിങ്, ബിഫോർ കണ്ടീഷനിങ് കഴിഞ്ഞു, ദെൻ ആഫ്റ്റർ കണ്ടീഷനിങ്ങിൻ്റെ സമയത്ത് ബെല്ല് മാത്രം അടിക്കുമ്പോൾ തന്നെ ഡോഗ് സലൈവേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. സോ അവിടെ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കണ്ടീഷൻഡ് സ്റ്റിമുലിയാണ് കൊടുക്കുന്നത് അല്ലേ. കണ്ടീഷൻഡ് സ്റ്റിമുലി കൊടുക്കുമ്പോൾ നമുക്ക് ഒരു കണ്ടീഷൻഡ് ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടുകയാണ്. അവിടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റിമുലി ഒന്നും ഇല്ല അല്ലേ. സോ ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പരീക്ഷണം, എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. സോ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ കൺക്ലൂഷൻ? നമ്മൾ ആർട്ടിഫിഷ്യൽ സ്റ്റിമുലിയും അതേപോലെ നാച്ചുറൽ സ്റ്റിമുലിയും ഒരുമിച്ച് സെവറൽ ടൈംസ് കൊടുത്തപ്പോൾ നമുക്ക് ഈ ഒരു നാച്ചുറൽ സ്റ്റിമുലിനെ ആർട്ടിഫിഷ്യൽ സ്റ്റിമുലി കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റി. എന്തിനു വേണ്ടി? ആ നാച്ചുറൽ റെസ്പോൺസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റിമുലിനെ ആർട്ടിഫിഷ്യൽ സ്റ്റിമുലി കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ തന്നെ റെസ്പോൺസ് കിട്ടി. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. സോ എന്താണ് നമ്മുടെ ഈ തിയറിയുടെ ഒരു എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്? നമുക്ക് കുട്ടികളിൽ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഹാബിറ്റ് ഫോർമേഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഈ ഒരു തിയറിയിലൂടെ പറ്റുമല്ലേ. അതേപോലെ ഡീകണ്ടീഷനിങ് എന്നൊരു പ്രോസസ്സിലൂടെ, അതായത് നമ്മൾ കണ്ടീഷൻ എന്നുള്ള പ്രോസസ്സിലൂടെ നമുക്ക് നല്ല ഹാബിറ്റ് ഫോർമേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഡീകണ്ടീഷനിങ് എന്നൊരു പ്രോസസ്സിലൂടെ നെഗറ്റീവായിട്ടുള്ള ബാഡ് ബിഹേവിയേഴ്സ് ഒക്കെ എലിമിനേറ്റ് ചെയ്തുകൂടാ? സോ അതും കൂടി ഇതിൻ്റെ ഒരു എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. അതുപോലെ ചെറിയ കുട്ടികളെ ആൽഫബറ്റ്സ്, അരിത്തമെറ്റിക്സ് ഇതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു തിയറിയിലൂടെ പറ്റും. അങ്ങനെ നമുക്ക് എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻ നമ്മൾ പഠിച്ച ഒരു ഇതിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇതാണ് ഇവാൻ പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി. രണ്ടാമത്തെ തിയറിയാണ് ട്രയൽ ആൻഡ് എറർ തിയറി ബൈ എഡ്വാർഡ് ലീ തൊണ്ടേക്ക്. തൊണ്ടേക്കിൻ്റെയാണ് ട്രയൽ ആൻഡ് എറർ തിയറി. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ട്രൈ ചെയ്യാം, പിന്നെ എറർ സംഭവിക്കും, പിന്നെയും ട്രൈ ചെയ്യാം, പിന്നെ എറർ സംഭവിക്കാം. അങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത് അല്ലേ. നമുക്കറിയാം, നമ്മൾ ജനിച്ചപ്പോൾ തന്നെ നടക്കാൻ പഠിച്ചവരും ഓടാൻ പഠിച്ചവരും ആണോ? അല്ല അല്ലേ. നമ്മൾ ആദ്യം നടക്കാൻ ശ്രമിക്കും, നമ്മൾ വീഴും അല്ലേ. പിന്നെയും നമ്മൾ അയ്യോ ഞാൻ വീണു എന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും അവിടെ സ്റ്റോപ്പ് ചെയ്യാറുണ്ടോ? ഇല്ല. നമ്മൾ പിന്നെയും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. എത്ര തവണ വീണാലും പിന്നെയും അവിടെ നിന്ന് കുട്ടികൾ എഴുന്നേറ്റിട്ട് നടക്കും അല്ലേ. സോ അത് തന്നെയാണ് ഈ ഒരു തിയറിയുടെ ബേസ് എന്ന് പറയുന്നത്. ട്രയൽ ആൻഡ് എറർ തിയറി ബൈ തൊണ്ടേക്ക്. എന്തിലാണ് പരീക്ഷണം നടത്തിയിട്ടുള്ളത്? ക്യാറ്റിലാണ് അദ്ദേഹം തൻ്റെ എക്സ്പെരിമെൻറ്റ് നടത്തിയത്. എന്തൊക്കെയാണ് ഈ ഒരു തിയറിയുടെ, ട്രയൽ ആൻഡ് എറർ തിയറിയുടെ മറ്റു പേരുകൾ? തിയറി ഓഫ് കണക്ഷനിസം ആൻഡ് ബോണ്ട് തിയറി, SR ടൈപ്പ് തിയറി. ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു S ടൈപ്പ് തിയറി എന്നാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി അറിയപ്പെടുന്നത്. സ്റ്റിമുലസ്, S എന്ന് പറഞ്ഞാൽ സ്റ്റിമുലസ് ആണ്, സ്റ്റിമുലിയാണ്. സോ ഇവിടെ ട്രയൽ ആൻഡ് എറർ തിയറി എന്ന് പറയുന്നത് SR ടൈപ്പ് തിയറിയാണ്. ആൻഡ് കണക്ഷനിസം, തിയറി ഓഫ് കണക്ഷനിസം അല്ലെങ്കിൽ ബോണ്ട് തിയറി എന്നൊക്കെ ഈ ട്രയൽ ആൻഡ് എറർ തിയറി അറിയപ്പെടുന്നുണ്ട്. സോ എസും ആറും തമ്മിലുള്ള, സ്റ്റിമുലസും റെസ്പോൺസും തമ്മിലുള്ള കണക്ഷനാണ് ട്രയൽ ആൻഡ് എറർ തിയറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബോണ്ട്. അത് രണ്ടും തമ്മിലുള്ള ബോണ്ടിങ്ങിനെയാണ് നമ്മൾ ഈ ഒരു തിയറി ആയിട്ട് കണക്ട് ചെയ്തത്. സോ ഇതിനെ നമ്മൾ SR ടൈപ്പ് തിയറി, ബോണ്ട് തിയറി, തിയറി ഓഫ് കണക്ഷനിസം, ഈ 3 പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. എന്തായിരുന്നു തൊണ്ടൈക്കിൻ്റെ എക്സ്പെരിമെൻ്റ് എന്നറിയോ? ഒരു ഹംഗ്രി ക്യാറ്റിനെ ഒരു പസിൽഡ് കേജിൽ
അടച്ചു. ഒരു ഹംഗ്രി കാറ്റാണ് നമുക്കറിയാം. അതിൻ്റെ മുമ്പിൽ ഒരു ഫിഷിനെ കൊണ്ടുവയ്ക്കുകയാണ്. അപ്പം അതിന് എത്രയും പെട്ടെന്ന് അത് കഴിക്കണം എന്നുള്ള ആഗ്രഹമായിരിക്കും അല്ലേ. സോ അത് അത്രയും പരാക്രമങ്ങൾ അതിനുള്ളിൽ നിന്ന് കടന്ന് കാണിക്കും, നമുക്കറിയാം, സ്വാഭാവികമാണല്ലേ. സോ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പരീക്ഷണം. ഹംഗ്രി കാറ്റിനെ ആ പസിൽഡ് കേജിൽ അടച്ചിട്ട് പുറത്ത് ഒരു ഫിഷിനെ അല്ലെങ്കിൽ ഒരു മീറ്റ് കൊണ്ടുവച്ച്, എങ്കിൽ ഈ ഒരു പസിൽഡ് കേജ് തുറക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഹാങ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രിങ് അത് വലിച്ചാൽ മാത്രമേ ആ ഒരു കേജ് ഓപ്പൺ ആവുള്ളൂ, പൂച്ചയ്ക്ക് പുറത്ത് കിടക്കാൻ അറിയുള്ളൂ. ആദ്യത്തെ പ്രാവശ്യം ക്യാറ്റ് പലതവണ ശ്രമിക്കും. അങ്ങനെ അവസാനം എങ്ങനെയോ അബദ്ധവശാൽ ആ സ്ട്രിങ് വലിച്ച് ക്യാറ്റ് പുറത്ത് കടന്ന് വേഗം ആ ഒരു ഫിഷ് കഴിക്കും. അതേപോലെ പിന്നെയും എടുത്ത് ക്യാറ്റിനെ കേജിൻ്റെ ഉള്ളിൽ തന്നെ ഇടും. ഇതേ പ്രോസസ്സ് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ സെവറൽ ടൈംസ് കഴിയുമ്പം അത് കമ്മിറ്റ് ചെയ്യുന്ന മിസ്റ്റേക്സ് കുറയുകയും അതിന് തന്നെ മനസ്സിലാകും ഇത് വലിക്കുമ്പോഴാണ് ഇത് തുറക്കുന്നത്, ഓപ്പൺ ആകുന്നതെന്ന്. അത് പലതവണ ട്രൈ ചെയ്യും, എറർ സംഭവിക്കും. പോകെ അതിൻ്റെ മിസ്റ്റേക്സിൻ്റെ എണ്ണം കുറയാൻ തുടങ്ങും. അതിന് മനസ്സിലാകും ഇത് വലിക്കുമ്പോഴാണ് കേജ് ഓപ്പൺ ആവുന്നത്, പുറത്ത് കടക്കാൻ പറ്റുള്ളൂ എന്ന് പൂച്ചയ്ക്ക് മനസ്സിലാകും. അതാണ് ഈ ഒരു എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. സോ നമ്പർ ഓഫ് മിസ്റ്റേക്സ് എന്ന് പറയുന്നത് ആദ്യത്തേതിൽ നിന്ന് വളരെയധികം കുറഞ്ഞ് പിന്നീട് അതിന് മനസ്സിലാവുകയാണ് ഈ ഒരു സ്ട്രിങ് വലിക്കുമ്പോഴാണ് അത് കൂടെ ഓപ്പൺ ആവുന്നത്. പിന്നെ ഈ പൂച്ചയെ നേരെ ആ കൂട്ടിലേക്ക് അടയ്ക്കുമ്പം നേരെ പൂച്ച ആ സ്ട്രിങ് വലിക്കാൻ മാത്രമേ നോക്കുകയുള്ളൂ ലാസ്റ്റൊക്കെ ആകുമ്പോൾ. സോ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. സോ അദ്ദേഹം പറയുന്നത് സ്റ്റിമുലസ് എന്തായിരുന്നു? പുറത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫിഷായിരുന്നു സ്റ്റിമുലസ്. റെസ്പോൺസ് എന്താണ്? പല തവണ ഇത് ട്രൈ ചെയ്യുന്നു, എറർ സംഭവിക്കുന്നു. അവസാനം എത്തിയപ്പോഴേക്ക് അതിൻ്റെ മിസ്റ്റേക്സ് കുറഞ്ഞ് നേരിട്ട് ആ ലൂപ്പ് ആ സ്ട്രിങ് വലിക്കുകയാണ് അല്ലേ. സോ തൊണ്ടോയ്ക്ക് പറയുന്നത് സ്റ്റിമുലസും റെസ്പോൺസും തമ്മിലുള്ള ഒരു കണക്ഷനാണ് ഇവിടെ നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻസിലൂടെ അദ്ദേഹം 3 ലോസ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. SR കണക്ഷൻസ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം 3 ലോസ് ആണ് അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റിലൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. ആ 3 ലോസ് ആണിത്: ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എക്സസൈസ് ആൻഡ് ലോ ഓഫ് ഇഫക്റ്റ്. ലോ ഓഫ് റെഡിനെസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ: എപ്പോഴാണോ ലേണർ പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലേണിങ്ങിന് വേണ്ടിയിട്ട് റെഡി ആയിരിക്കുന്നത് ആ സമയത്ത് ഒരു ലേണിംഗ് നടന്നാൽ മാത്രമേ അത് എഫക്റ്റീവ് ആവുള്ളൂ. സോ ലേണറിൻ്റെ റെഡിനെസ് നോക്കിയിട്ട് മാത്രമേ നമ്മൾ ടീച്ചിങ് നടത്താൻ വേണ്ടി പാടുള്ളൂ. അതാണ് ലോ ഓഫ് റെഡിനെസ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ലോ ആണ് ലോ ഓഫ് എക്സസൈസ്. നമുക്കറിയാം ഏതൊരു കാര്യത്തിലും നമ്മൾ പെർഫെക്റ്റ് ആവണമെങ്കിൽ അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിലും നമ്മൾ സക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടേ കാര്യമുള്ളൂ അല്ലേ. നമുക്കെല്ലാം അറിയാം അല്ലെങ്കിൽ നമുക്കെല്ലാം അറിയാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മളതിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മളൊരു പെർഫെക്ഷനിലേക്ക് എത്തുള്ളൂ. സോ അത് തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നന്നായിട്ട് എക്സസൈസ് ചെയ്താൽ മാത്രമേ നമ്മൾ വിചാരിച്ച റെസ്പോൺസിലേക്ക്, വിചാരിച്ച ഒരു റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് കഴിയുള്ളൂ. സോ ഇവിടെ ആ പൂച്ച ആദ്യത്തെ തവണ ട്രൈ ചെയ്തു, നടന്നില്ല, പുറത്തേക്ക് കടക്കാൻ പറ്റിയില്ല. രണ്ടാമത്തെ തവണയും ട്രൈ ചെയ്തു, നടന്നില്ല. മൂന്നാമത്തെ തവണയും ട്രൈ ചെയ്തു, നടന്നില്ല. എന്ന് വെച്ച് ഇനി എനിക്ക് വയ്യ, ട്രൈ ചെയ്യാൻ വയ്യ, എനിക്ക് പുറത്തുള്ള ഫിഷ് കിട്ടിയില്ലേലും വേണ്ടില്ല, ഞാൻ ഇനി ട്രൈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ അതിന് പുറത്തേക്ക് കടക്കാൻ വേണ്ടി പറ്റുമായിരുന്നോ? ഇല്ല അല്ലേ. ട്രൈ ചെയ്യുക, എറർ സംഭവിക്കും. പിന്നെയും ട്രൈ ചെയ്യുക, പിന്നെയും എറർ സംഭവിക്കാതിരിക്കാം. പക്ഷേ അവസാനം നമ്മൾ ആ ഒരു സക്സസ്സിലേക്ക് എത്തും. സോ ഇവിടെ അദ്ദേഹം പറയുന്നത് എക്സസൈസിലൂടെ മാത്രമേ അല്ലെങ്കിൽ പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് SR കണക്ഷൻ ബിൽഡ് ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് അദ്ദേഹം ഫർദർ ആയിട്ട് 2 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലോ ഓഫ് എക്സസൈസ് എന്ന് പറയുന്നത് ലോ ഓഫ് യൂസും ലോ ഓഫ് ഡിസ്യൂസും. മൂന്നാമത്തെ ലോ ആണ് ലോ ഓഫ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഏതൊരു കാര്യത്തിനും നമ്മൾ ചെയ്തിട്ടുള്ള ഒരു റിസൾട്ട് അച്ചീവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണമെന്നല്ലേ. സോ ഇവിടെയും അദ്ദേഹം തന്നെയാണ് പറയുന്നത് ലേണിംഗ് സക്സസ് ആവണമെങ്കിൽ, ലേണിംഗ് നല്ല എഫക്റ്റീവായിട്ട് നടക്കണമെങ്കിൽ അവിടെ നമ്മൾ വിചാരിച്ചിട്ടുള്ള റിസൾട്ട് ആ കുട്ടിക്ക് കിട്ടണം. അല്ലെങ്കിൽ അവിടെ ഒരു നല്ലൊരു റെയിൻഫോഴ്സ്മെൻറ്റ് ഉണ്ടാവണം. ഇപ്പം നമ്മൾ ഈ പൂച്ചയുടെ എക്സ്പെരിമെൻ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ പൂച്ച പലതവണ ട്രൈ ചെയ്തു, എങ്ങനെയോ കഷ്ടപ്പെട്ട് പുറത്തു വന്നു, നമ്മൾ വേഗം ആ ഫിഷ് എടുത്ത് അവിടെ നിന്ന് മാറ്റുകയാണെന്ന് വെക്കുക. പൂച്ചയ്ക്ക് ആകെ വിഷമാവും അല്ലേ. പൂച്ച പിന്നെ ട്രൈ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി പൂച്ചയ്ക്ക് ഉണ്ടാവും. പിന്നെയും പൂച്ചനെ നമ്മൾ കൂട്ടിലടച്ചു, ഇങ്ങനെ തന്നെ നമ്മൾ ഒന്നുകൂടി നോക്കാം എന്നുള്ള രീതിയിൽ പൂച്ചനെ നമ്മൾ പിന്നെയും കൂട്ടിലേക്ക് അടച്ച് ഫിഷ് വെച്ചു. പിന്നെ പൂച്ചയ്ക്ക് ട്രൈ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ടാകുമോ? ഇല്ല അല്ലേ. ആദ്യത്തെ തവണ കഷ്ടപ്പെട്ട് പുറത്തു വന്നപ്പോൾ ആ ഫിഷ് എടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിനൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ആ സമയത്ത് ആ ഫിഷ് അതിന് കൊടുത്തത് കൊണ്ടാണ് രണ്ടാമത്തെ തവണയും അതേ പ്രോസസ്സ് തുടർന്നപ്പോൾ അതിന് ട്രൈ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വന്നത്. സോ അതേപോലെ തന്നെയാണ് ലേണിങ്ങിലേക്ക് വരുമ്പോഴും. ലേണിങ്ങിൽ നമ്മൾ കുട്ടിക്ക് വിചാരിച്ചിട്ടുള്ള ഔട്ട്കം
കുട്ടീനോട് നമ്മൾ ഒരു കാര്യത്തിൽ ഇത്രയും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു കാര്യം കഴിഞ്ഞാൽ നിനക്കിത് ഞാൻ തരുന്നതായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടി അത് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അവിടെ പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്തതിലാവട്ടെ, അടുത്ത സമയത്ത് ഞാൻ തരാമെന്നുള്ളതെങ്കിൽ അടുത്ത സമയത്താവട്ടെ എന്നുള്ള ഒരു കാര്യം ടീച്ചർ പറയുകയാണെങ്കിൽ കുട്ടി വിചാരിക്കും ടീച്ചർ എപ്പോഴും ഇത് തന്നെയാണ് പറയുന്നത്, അതുകൊണ്ട് ഇതിൽ വലിയ കാര്യമൊന്നുമില്ല എന്നായിരിക്കും കുട്ടി വിചാരിക്കുന്നത്. സോ ലേണിങ്ങിൽ നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ഈ തിയറിയിലൂടെ ഫുള്ള് നമ്മുടെ തൊണ്ടയ്ക്ക് പറഞ്ഞിട്ടുള്ളത്. അതാണ് മൂന്നാമത്തെ ലോ എന്ന് പറയുന്നത്, ലോ ഓഫ് എഫക്റ്റ്. സോ ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് ഇഫക്റ്റ്, ഈ 3 ലോസാണ് അദ്ദേഹം തൻ്റെ തിയറിയിലൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ അദ്ദേഹം കുറച്ച് സബോർഡിനേറ്റ് ആയിട്ടുള്ള ലോസ് കൂടി പറയുന്നുണ്ട്. ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ്. നമുക്കറിയാം, ഒരു പ്രോബ്ലം നമ്മുടെ മുമ്പിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ പല രീതിയിലൂടെ, പല വേസിലൂടെ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അല്ലേ. പല കാര്യങ്ങളും ചിലപ്പോൾ തെറ്റായിരിക്കാം, അല്ലെങ്കിൽ പല കാര്യങ്ങളും ഫെയിൽ ആകും. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ സക്സസ് ആകും അല്ലേ. ചില വേയിലൂടെ പോകുമ്പോൾ നമ്മൾ ഇതിൽ നമുക്കൊരു സക്സസ് വരും അല്ലേ, അല്ലെങ്കിൽ റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കും, പോസിറ്റീവ് ഔട്ട്കം ആയിരിക്കും നമുക്കതിൽ നിന്ന് കിട്ടുന്നത്. സോ നമ്മളിലൂടെ തന്നെ നമ്മൾ മിസ്റ്റേക്സ് കമ്മിറ്റ് ചെയ്യുന്നു, നമ്മൾ അതിലൂടെ തന്നെ പഠിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. സോ അങ്ങനെ മൾട്ടിപ്പിൾ റെസ്പോൺസിലൂടെയാണ് ഒരാൾ തൻ്റെ സ്വയം മിസ്റ്റേക്സ് മനസ്സിലാക്കി അതിലൂടെ സ്വയം പഠിക്കുകയാണ് ചെയ്യുന്നത്. അതും ഈ ഒരു തിയറിയിലൂടെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഒരു സബോർഡിനേറ്റ് ലോ ആണ്, ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ്. രണ്ടാമത്തെ ലോ ആണ് ലോ ഓഫ് ആറ്റിറ്റ്യൂഡ്. സിമിലർ ടു ലോ ഓഫ് റെഡിനെസ്. അതായത് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണോ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണോ, അത് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു ആറ്റിറ്റ്യൂഡും ഇതിനെ ബേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ദെൻ പ്രീ പൊട്ടൻസി ഓഫ് എലിമെൻറ്റ്സ്. ഒരു പ്രോബ്ലത്തിനെ എങ്ങനെയാണ് നേരിടേണ്ടത്, അതിന് നേരിടേണ്ട ഘടകം അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അത് മാത്രം ആ ഒരു ഫാക്ടറിലൂടെ മാത്രമേ നമ്മൾ അതിലേക്ക് വഴിയായിട്ട് നോക്കുകയുള്ളൂ അല്ലേ. സോ അത് തന്നെയാണ് പ്രീ പൊട്ടൻസി ഓഫ് എലിമെൻറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ ആവശ്യമില്ലാത്ത ഇറലവൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അത് ഇതിൻ്റെ മറ്റൊരു ലോ ആണ്. ദെൻ റെസ്പോൺസ് ബൈ അനലോഗി. നമ്മൾ പല വേസിലൂടെയാണ് ഒരു പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യാൻ നമ്മൾ പറഞ്ഞു അല്ലേ. സോ ആദ്യത്തെ തവണ നമ്മളൊരു തെറ്റ് കമ്മിറ്റ് ചെയ്തു, രണ്ടാമത്തെ തവണയും നമ്മൾ അതേ വേയിലൂടെ പോയി അതേ തെറ്റ് കമ്മിറ്റ് ചെയ്യുമോ, ഇല്ല അല്ലേ. സോ ഓരോ തവണയും നമ്മൾ ഓരോന്ന് പഠിക്കുകയാണ്, ഓരോ മിസ്റ്റേക്സ് നമ്മൾ മനസ്സിലാക്കുകയാണ്. സോ ആദ്യത്തെ തവണ കമ്മിറ്റ് ചെയ്ത മിസ്റ്റേക്ക് നമ്മൾ രണ്ടാമത്തെ തവണ കമ്മിറ്റ് ചെയ്യില്ല അല്ലേ. അത് തന്നെയാണ് റെസ്പോൺസ് ബൈ അനലോഗി എന്ന് പറയുന്നത്. പുതിയ വേ നമ്മൾ കണ്ടുപിടിക്കും. പിന്നെയുള്ളതാണ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ്. ലേണറിൻ്റെ റെസ്പോൺസ് നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കണ്ടീഷൻസിലൂടെ വൺ സ്റ്റിമുലി ടു അനദർ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതൊക്കെയാണ് സബോർഡിനേറ്റ് ആയിട്ടുള്ള ലോസ് എന്ന് പറയുന്നത്. ട്രയൽ ആൻഡ് എറർ തിയറി എന്ന് പറയുന്നത് എഡ്വാർഡ് ലീ തൊണ്ടൈക്കിൻ്റെയാണ്. അദ്ദേഹം എക്സ്പെരിമെൻറ്റ് നടത്തിയത് കാറ്റിലാണ്. ഇത്രയൊക്കെയാണ് ആ തിയറിയെ പറ്റിയിട്ട് പറയാനുള്ളത്. എന്താണ് ഇതിൻ്റെ ഒരു എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ്? ഇത്രയും പഠിച്ചതിൽ നിന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റും അല്ലേ. നമ്മുടെ ലേണിങ്ങിലേക്ക് വരുമ്പം ഈ തിയറി നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. എന്തൊക്കെയാണ് എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷനായിട്ട് പറയാൻ പറ്റുക? യെസ്, ലേണറുടെ മെൻ്റൽ റെഡിനെസ്സിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് അല്ലേ. എപ്പോഴാണോ കുട്ടി പഠിക്കാൻ തയ്യാറായിരിക്കുന്നത് അപ്പോഴേ നമ്മൾ പഠിപ്പിക്കാൻ പാടുള്ളൂ. അതേപോലെ മോട്ടിവേഷൻ ഇവിടെ നല്ലൊരു ഫാക്ടറാണ് അല്ലേ. നമ്മൾ റെയിൻഫോഴ്സ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുത്താൽ മാത്രമേ കുട്ടിക്ക് പിന്നെയും ആ കാര്യം ട്രൈ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുള്ളൂ. സോ മോട്ടിവേഷൻ ഇവിടെ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. അതേപോലെ അദ്ദേഹം മീനിങ് ആയിട്ടുള്ള പ്രാക്ടീസസിൻ്റെ ഇമ്പോർട്ടൻസ് കൂടി പറയുന്നുണ്ട്. പലതരം എക്സസൈസ്, നമ്മൾ ഇവിടെ ലോ ഓഫ് എക്സസൈസ് പറഞ്ഞു അല്ലേ. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മൾ ഏതൊരു കാര്യത്തിലും പെർഫെക്റ്റ് ആവുള്ളൂ. അതേപോലെ പല കാര്യങ്ങൾ ഒരേ വേയിലൂടെ മാത്രം ഒരു പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യാതെ പല വേസിലൂടെ നമ്മൾ ഒരു കാര്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലൂടെ കഴിയും. അങ്ങനെ പല തരത്തിലുള്ള എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ് ഈ ഒരു തിയറിയിൽ നമുക്ക് പറയാം. അടുത്ത തിയറിയിലേക്ക് പോകാം. ഓപ്പറൻറ്റ് കണ്ടീഷനിങ് തിയറി. ഓപ്പറൻറ്റ് കണ്ടീഷനിങ് തിയറി ഇത് BF സ്കിന്നറുടെ ആണ് കേട്ടോ. സ്കിന്നറുടെ ആണ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് തിയറി. സ്കിന്നിലാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നത്. അത്രയും പഠിച്ചാൽ മതി. ദെൻ എന്തൊക്കെയാണ് ഇതിൻ്റെ മറ്റ് പേരുകൾ? R ടൈപ്പ് കണ്ടീഷനിങ്, റിവാർഡ് ലേണിംഗ്, ഇൻസ്ട്രുമെൻ്റൽ കണ്ടീഷനിങ്, ഇതൊക്കെയാണ് ഇതിൻ്റെ മറ്റ് പേരുകൾ. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് R ടൈപ്പ് കണ്ടീഷനിങ് എന്നാണ്. R ടൈപ്പ് കണ്ടീഷനിങ്, ഇവിടെ റെസ്പോൺസ് ആണ് ഇമ്പോർട്ടൻസ് കൊടുത്തുള്ളത്. അപ്പം 3 തിയറി ഇതേ ഓർഡറിൽ പഠിക്കുക. ക്ലാസിക്കൽ കണ്ടീഷനിങ് S ടൈപ്പ് തിയറിയാണ്. ട്രയൽ ആൻഡ് എറർ തിയറി എന്ന് പറയുന്നത് SR ടൈപ്പ് തിയറിയാണ്. മൂന്നാമത്തേതാണ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ്, അത് R ടൈപ്പ് തിയറിയാണ്. ഓപ്പറൻറ്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത് ഏതൊരു ലേണറിനും അല്ലെങ്കിൽ ഏതൊരു ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഔട്ട്കത്തിലാണ് എത്തുന്നതെങ്കിൽ അത് നമ്മൾ പിന്നെയും ചെയ്യാനുള്ള ഒരു ടെൻഡൻസി എല്ലാവർക്കും ഉണ്ടാവും അല്ലേ. ഒരു പോസിറ്റീവ് ഔട്ട്കത്തിലേക്ക് എത്തുന്ന ഏതൊരു കാര്യവും ലേണിംഗ് പ്രോസസ്സ് നമ്മൾ അത് തുടർന്നുകൊണ്ടേയിരിക്കും. അതിനെയാണ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ അദ്ദേഹം വിവരിച്ചിട്ടുള്ളത്.
BF സ്കിന്നർ ആണ് അത് പറഞ്ഞിട്ടുള്ളത്. ലേണർ കൊടുത്തിട്ടുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത് റെയിൻഫോഴ്സ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ടാണ് ഇവിടെ കണക്കാക്കിയിട്ടുള്ളത്. ഇവിടെ കൊടുക്കുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് കണ്ടീഷൻഡ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ്. സോ അതുകൊണ്ടാണിത് R ടൈപ്പ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. സോ അദ്ദേഹം എക്സ്പെരിമെന്റ് നടത്തിയിട്ടുള്ളത് റാറ്റിലായിരുന്നു. റാറ്റാണ് അദ്ദേഹം എക്സ്പെരിമെന്റ് നടത്തിയിട്ടുള്ള ആനിമൽ എന്ന് പറയുന്നത്. സ്കിന്നർ നടത്തിയ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് തൊണ്ടൈക്കിന്റെ എക്സ്പെരിമെന്റോട് നമുക്ക് സിമിലർ ആയിട്ട് തോന്നാം. തൊണ്ടയ്ക്ക് എക്സ്പെരിമെന്റ് നടത്തിയപ്പോൾ നമ്മൾ പറഞ്ഞു തൊണ്ടയ്ക്ക് ഒരു പസിൽ ബോക്സിലാണ് ഒരു ക്യാറ്റിനെ ഇട്ടിട്ടാണ് എക്സ്പെരിമെന്റ് നടത്തിയത്. അതേപോലെ സ്കിന്നർ ഇവിടെ ഒരു ബോക്സിലാണ് എക്സ്പെരിമെന്റ് നടത്തുന്നത്. ആ ബോക്സിന്റെ പേരാണ് സ്കിന്നർ ബോക്സ്. അതിൽ അദ്ദേഹം ഒരു ഹംഗ്രി റാറ്റിനെയാണ് ഇടുന്നത്. അതിൻ്റെ ഉള്ളിൽ ഒരു ലിവർ ഉണ്ട്. അപ്പം എപ്പോഴാണോ ആ റാറ്റ് ആ ലിവർ പ്രസ് ചെയ്യുന്നത് അപ്പം അതിനൊരു പെല്ലറ്റ് ഓഫ് ഫുഡ് കിട്ടുകയാണ്. സോ ഇവിടെ എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? ഇവിടെ ഒരു സ്റ്റിമുലസ് ആ റാറ്റ് കാണുന്നില്ല. സ്റ്റിമുലി എന്താണ്? നമ്മൾ തൊണ്ടൈക്കിന്റെ എക്സ്പെരിമെന്റിലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ പാവ്ലോവിന്റെ എക്സ്പെരിമെന്റിലായിക്കോട്ടെ നമ്മൾ പറഞ്ഞു ഒരു സ്റ്റിമുലി അവിടെ കാണിച്ചപ്പോഴാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റിമുലി എന്ന് പറയുന്നത് നമ്മളവിടെ കൊടുത്ത ഫുഡായിരുന്നു കേട്ടോ. ഇവിടെ അത് തന്നെയാണ് സ്റ്റിമുലി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളവിടെ ഒരു സ്റ്റിമുലി കാണിക്കുമ്പോഴാണ് അതിനവിടെ റെസ്പോൺസ് കിട്ടുന്നത് അല്ലേ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. സ്കിന്നർ പറയുന്നത് ഇവിടെ ഒരു റെസ്പോൺസ്, നമ്മുടെ റാറ്റ് ഒരു റെസ്പോൺസ് കൊടുത്തപ്പോഴാണ് അതിനാ സ്റ്റിമുലി കിട്ടിയിട്ടുള്ളത് അല്ലേ. എപ്പോഴാണോ അതിൻ്റെ ഉള്ളിലുള്ള ആ ലിവർ പ്രസ് ചെയ്യുന്നത് ആ റാറ്റ്, അപ്പോഴാണ് ആ റാറ്റിന് ഒരു പെല്ലറ്റ് ഓഫ് ഫുഡ് കിട്ടുന്നത്. പിന്നെ അതിന് മനസ്സിലാവാണ് അതിന് ഫുഡ് എപ്പോഴാണോ വേണ്ടത് അപ്പോഴൊക്കെ ആ റാറ്റ് ആ ലിവർ പ്രസ് ചെയ്യാണ്. ആ പ്രസ് ചെയ്യുമ്പോൾ ഒക്കെ അതിന് സ്റ്റിമുലി അവിടെ കിട്ടുകയാണ്. സോ നമ്മൾ കൊടുക്കുന്ന സ്റ്റിമുലി അനുസരിച്ച് ആ ഒരു റെസ്പോൺസ് നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാനോ അല്ലെങ്കിൽ വീക്കൻ ചെയ്യാനോ പറ്റുമെന്നാണ് സ്കിന്നർ പറയുന്നത്. തൊണ്ടൈക്കിൻ്റെ എക്സ്പെരിമെൻറ്റുമായിട്ട് ഇതിന് സിമിലാരിറ്റി ഉണ്ടെങ്കിൽ പോലും ഈ ഒരു എക്സ്പെരിമെൻറ്റിന് സ്കിന്നർ കൊടുത്ത എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അക്കോർഡിംഗ് ടു സ്കിന്നർ ദർ ആർ 2 ടൈപ്സ് ഓഫ് റെസ്പോൺസ്. 2 തരത്തിലുള്ള റെസ്പോൺസ് ഉണ്ടെന്നാണ് സ്കിന്നർ പറയുന്നത്. അതായത് എലിസിറ്റഡ് റെസ്പോൺസും എമിറ്റഡ് റെസ്പോൺസും. എലിസിറ്റഡ് റെസ്പോൺസിന് അദ്ദേഹം റെസ്പോണ്ടൻസ് എന്നും പറയുന്നുണ്ട്. എമിറ്റഡ് റെസ്പോൺസിന് അദ്ദേഹം ഓപ്പറൻസ് എന്നും കൂടി പറയുന്നുണ്ട്. എലിസിറ്റഡ് റെസ്പോൺസ് എന്ന് പറയുന്നത് ദീസ് ആർ കണക്റ്റഡ് ടു സം നോൺ സ്റ്റിമുലസ്. നമുക്ക് അറിയുന്ന സ്റ്റിമുലസുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള റെസ്പോൺസ് ആണ് എലിസിറ്റഡ് റെസ്പോൺസ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ തൊണ്ടൈക്കിൻ്റെയൊക്കെ റെസ്പോൺസ് ആയിട്ട്, അതായത് നമുക്ക് സ്റ്റിമുലസ് അറിയാം, ആ സ്റ്റിമുലസിന് വേണ്ടിയിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ് അവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ. പക്ഷേ എമിറ്റഡ് റെസ്പോൺസ് എന്ന് പറയുന്നത് ദീസ് ആർ നോട്ട് കണക്റ്റഡ് ടു എനി നോൺ സ്റ്റിമുലസ്. നമുക്ക് അറിയുന്ന ഒരു സ്റ്റിമുലസുമായിട്ടും ഇത് കണക്റ്റഡ് അല്ല. ദീസ് ആർ ആക്ഷൻസ് ദാറ്റ് പെർഫോംഡ് ബൈ ദ ഓർഗാനിസം. ആ ഓർഗാനിസം പെർഫോം ചെയ്യുന്ന എന്തൊരു ആക്ഷനാണ്, ഒരു സ്റ്റിമുലസും ഇല്ലാണ്ട് പെർഫോം ചെയ്യുന്ന, അവിടെ ഒരു സ്റ്റിമുലസും ഉണ്ടാവില്ല, തന്നാലെ കിട്ടുന്ന റെസ്പോൺസ് ആണ് എമിറ്റഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഓപ്പറൻ കണ്ടീഷനിങ്ങിൽ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു എമിറ്റഡ് റെസ്പോൺസ് നമ്മൾ സ്ട്രെങ്തൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു എമിറ്റഡ് ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടുന്നത് എങ്ങനെയാണ്? യെസ്, നമ്മൾ അതിന് തക്കതായിട്ടുള്ള ഒരു റെയിൻഫോഴ്സ്മെൻറ്റ്, അത് നെഗറ്റീവ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പോസിറ്റീവ് ആയിക്കോട്ടെ, ഒരു റെയിൻഫോഴ്സ്മെൻറ്റ് നമ്മളവിടെ കൊടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ എമിറ്റഡ് റെസ്പോൺസ് കിട്ടുന്നത് അല്ലേ. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ആ എമിറ്റഡ് റെസ്പോൺസ് പെട്ടെന്ന് തന്നെ ഒരു സ്റ്റിമുലസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, അതിന് പറ്റിയിട്ടുള്ള ഒരു സ്റ്റിമുലസ് കൊടുക്കുകയാണെങ്കിൽ അതിന് നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാനോ വീക്കൻ ചെയ്യാനോ വേണ്ടി പറ്റും അല്ലേ. അത് നമ്മൾ റെയിൻഫോഴ്സ്മെൻറ്റ്, അത് നമ്മൾ കൊടുക്കുന്ന ആ ഒരു സ്റ്റിമുലസ് അനുസരിച്ചിരിക്കും ആ റെസ്പോൺസിൻ്റെ വീക്ക്നെസ് അല്ലെങ്കിൽ സ്ട്രെങ്തൻ എന്ന് പറയുന്നത്. ഈ ഒരു എക്സ്പെരിമെൻ്റ് എടുക്കുകയാണെങ്കിൽ റാറ്റിന് ആ ഒരു റെസ്പോൺസ് കൊടുത്തപ്പോഴാണ് നമ്മൾ ആ റെസ്പോൺസ് ഫോളോഡ് ബൈ എ സ്റ്റിമുലസ്, ആ ഒരു പെല്ലറ്റ് ഓഫ് ഫുഡ് അതിന് കിട്ടിയല്ലേ. അതുകൊണ്ടാണ് അതൊരു റെയിൻഫോഴ്സ്മെൻ്റ് ആണ് അവിടെ. ചിലപ്പം നമ്മൾ ഈ കൊടുക്കുന്ന സ്റ്റിമുലി എന്ന് പറയുന്നത് 2 തരത്തിലാണ് പറയുന്നത്. റെയിൻഫോഴ്സ്മെൻ്റ് ആകാം അല്ലെങ്കിൽ പണിഷ്മെൻ്റ് ആകാം. ചിലപ്പം ആ ലിവർ പ്രസ് ചെയ്യുമ്പോൾ അതിനൊരു അടിയാണ് കിട്ടിയിരുന്നെങ്കിൽ പിന്നെ ആ ലിവർ അത് പ്രസ് ചെയ്യുമോ? ഇല്ല അല്ലേ. പക്ഷേ ഇവിടെ ആ ലിവർ പ്രസ് ചെയ്യുമ്പം അതിന് ഒരു പോസിറ്റീവായിട്ടുള്ള റെയിൻഫോഴ്സ്മെൻ്റ് ആണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് പിന്നെയും അത് കണ്ടിന്യൂ ചെയ്തത്, അത് സ്ട്രെങ്തൻ ചെയ്തത് ആ റെസ്പോൺസ്. സോ ഇവിടെ എമിറ്റഡ് റെസ്പോൺസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞ 2 സ്റ്റിമുലസ് ആണ് റെയിൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഈ ഒരു തിയറിയുടെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്? യെസ്, പഠിച്ചതിൽ നിന്ന് നമുക്ക് തന്നെ പറയാം. ഏതൊരു റെസ്പോൺസും സ്ട്രെങ്തൻ ചെയ്യണമെങ്കിലോ വീക്കൻ ചെയ്യണമെങ്കിലോ നമ്മൾ അതിൻ്റെ തുടർന്ന് കൊടുക്കുന്ന സ്റ്റിമുലസ് അതിനനുസരിച്ചിരിക്കും ആ കിട്ടിയിട്ടുള്ള റെസ്പോൺസ് വീക്കൻ ചെയ്യണോ അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യണോ എന്നുള്ള കാര്യം. സോ പോസിറ്റീവായിട്ടുള്ള റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നതിലൂടെ നമുക്ക് ആ കിട്ടിയ റെസ്പോൺസ് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് പണിഷ്മെൻറ്റ് കൊടുക്കുന്നതിലൂടെ നമുക്ക് ആ ഒരു ബാഡ് ബിഹേവിയർ ആണെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.
അത് നമുക്ക് ഈ ഒരു തിയറിയിലൂടെ പറയാൻ പറ്റുന്നതാണ്. സോ ഇതാണ് ഓപ്പറന്റ് കണ്ടീഷനിങ് ബൈ BF സ്കിന്നർ. അങ്ങനെ നമ്മൾ 3 ബിഹേവിയറിസ്റ്റ് തിയറീസ് ആണ്, ലേണിംഗ് തിയറീസ് ആണ് പഠിച്ചത്. ഏതൊക്കെയായിരുന്നു? ക്ലാസിക്കൽ കണ്ടീഷനിങ്, ട്രയൽ ആൻഡ് എറർ തിയറി, മൂന്നാമത്തേതാണ് ഓപ്പറന്റ് കണ്ടീഷനിങ് തിയറി. അടുത്തതായിട്ട് ഗാഗ്നയുടെ ഹയറാർക്കി ഓഫ് ലേണിംഗ് ആണ് പഠിക്കാനുള്ളത്. നമുക്കിവിടെ സിലബസിലുള്ളതാണ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു ക്ലാസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിന് അത്ര ഇമ്പോർട്ടൻസ് ഇപ്പോൾ ഈ ക്ലാസ്സിൽ കൊടുക്കാത്തത്. ഇവിടെ ഒരു 8 ടൈപ്പ് ഓഫ് ലേണിംഗ് ലെവലിനെ പറ്റിയിട്ടാണ്, ഹയറാർക്കി ഓഫ് ലേണിംഗ് ആണ് ഗാഗ്നെ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളത്. സിഗ്നൽ ലേണിംഗ്, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, ചെയിനിങ്, വെർബൽ അസോസിയേഷൻ, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, കോൺസെപ്റ്റ് ലേണിംഗ്, റൂൾ ലേണിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. ഇത് ക്ലിയർ ആയിട്ട് നമ്മളൊരു ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്, അത് പഠിക്കുക കേട്ടോ. ദെൻ ഇനി നമ്മൾ പഠിക്കുന്നത് കോഗ്നിറ്റീവ് ലേണിംഗ് തിയറീസ് ആണ്. കോഗ്നിറ്റീവ് ലേണിംഗ് തിയറീസിൽ നമ്മൾ പിയാഷയുടെ ജനറ്റിക് എപ്പിസ്റ്റമോളജി, അത് നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. നല്ലൊരു വീഡിയോ ഉള്ളതാണ്, അത് നോക്കി പഠിക്കുക. അതിൽ നമ്മൾ ക്ലിയർ ആയിട്ട് സ്കീമ എന്താണ്, അസിമിലേഷൻ എന്താണ്, അക്കോമഡേഷൻ എന്താണ്, ഇക്വിലിബ്രേഷൻ എന്താണെന്നൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നോക്കി പഠിക്കുക. അതേപോലെയാണ് ബ്രൂണേഴ്സ് തിയറി ഓഫ് ഡിസ്കവറി ലേണിംഗ്, ബ്രൂണറുടെ ഡിസ്കവറി ലേണിംഗ്. അത് നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. മോഡ്സ് ഓഫ് റെപ്രസെൻറ്റേഷൻ, അത് ഏതൊക്കെയാണ് സ്റ്റേജസ്, ഏതൊക്കെ സ്റ്റേജസിലൂടെയാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നടക്കുന്നത്. ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ്, അങ്ങനെ 3 ലെവൽസ് ആണ് ബ്രൂണർ പറഞ്ഞിട്ടുള്ളത്. ദെൻ ബ്രൂണർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഡിസ്കവറി ലേണിങ്ങിനാണ്. ഡിസ്കവറി ലേണിംഗ് എന്ന് പറഞ്ഞാൽ കണ്ടെത്തി പഠിക്കാനാണ് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ദെൻ ഒരു സ്കഫോൾഡിങ് എന്നുള്ള ഒരു ടേം കൂടി നമ്മുടെ ബ്രൂണർ കൊണ്ടുവന്നിട്ടുണ്ട്. സ്കഫോൾഡിങ്, നമ്മൾ ടീച്ചേഴ്സ് എപ്പോഴും ഒരു സ്കഫോൾഡർ ആയിരിക്കണം. എന്താണ് കുട്ടിക്ക് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ കുട്ടിക്ക് ഒന്ന് പുറകിൽ നിന്ന് പുഷ് ചെയ്ത ഒരാളായിരിക്കണം, സ്കഫോൾഡർ ആയിരിക്കണം ടീച്ചേഴ്സ് എന്നാണ്. ടീച്ചേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏതൊരാളായാലും അങ്ങനെയുള്ള ഒരു സ്കഫോൾഡർ ആയിരിക്കണം എന്നാണ് ബ്രൂണർ പറഞ്ഞിട്ടുള്ളത്. ദെൻ സ്പൈറൽ കരിക്കുലം കൂടി അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളതാണ്. സ്പൈറൽ കരിക്കുലം കൊണ്ടുവന്നിട്ടുള്ളത് ബ്രൂണറാണ്. നമുക്കറിയാം ഒരു സ്പൈറൽ രീതിയിലാണ് എപ്പോഴും ലേണിംഗ് കൊണ്ടുപോവേണ്ടത് എന്നാണ് ബ്രൂണർ പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ മുതൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു UP ക്ലാസ്സിൽ നിന്ന് ഹൈസ്കൂളിലേക്ക് എത്തുമ്പോഴാണല്ലേ നമുക്ക് കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ് എന്നുള്ള ഓരോന്നൊക്കെ വരുന്നതല്ലേ. സോ ആദ്യം നമ്മൾ ചെറുതായിട്ടൊന്ന് പഠിക്കും. ഏതെങ്കിലും ഒരു ടോപ്പിക്കിൻ്റെ ചെറിയൊരു പോർഷൻ ആയിരിക്കും ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. രണ്ടാമത്തെ ക്ലാസ്സിലാകുമ്പോൾ നമ്മൾ ആ ഒരു ടോപ്പിക്ക് തന്നെ കുറച്ചും കൂടി വിപുലമായിട്ട് പഠിക്കാൻ തുടങ്ങും. പിന്നീട് ഒരു 10ാം ക്ലാസ് ലെവൽ അല്ലെങ്കിൽ +1 +2 ലെവലിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആ പഠിച്ചതിൻ്റെ തന്നെ ഏറ്റവും കുറച്ച് ഹയസ്റ്റ് ലെവലിലേക്കാണ് പോകുന്നത്. സോ അവിടെ ഒരു സ്പൈറൽ കരിക്കുലം, ആ ഒരു രീതിയിലാണ് നമ്മൾ പഠനം കൊണ്ടുപോകേണ്ടത്. അതാണ് ബ്രൂണർ പറഞ്ഞിട്ടുള്ളത്. ഈ തിയറിയൊക്കെ നമ്മൾ വിശദമായി പഠിച്ചിട്ടുള്ളതാണ്. ആ ക്ലാസ് കാണുക കേട്ടോ. അടുത്ത തിയറിയാണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ബൈ വൈഗോട്സ്കിയുടെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. സോഷ്യോ കൾച്ചറൽ തിയറി എന്നുകൂടി നമ്മുടെ ഈ വൈഗോട്സ്കിയുടെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം തിയറി അറിയപ്പെടുന്നുണ്ട് കേട്ടോ. സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെ, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലൂടെ, അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റിലൂടെയാണ് ഓരോരുത്തർക്കും ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നത് എന്നാണ് വൈഗോട്സ്കി പറയുന്നത്. സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെയാണ്, സൊസൈറ്റിയിൽ നിന്ന് മീഡിയത്തിലൂടെയാണ് നമ്മൾ കൾച്ചറൽ വാല്യൂസ്, ബിലീഫ്സ്, കസ്റ്റംസ്, ട്രഡീഷൻസ് ഒക്കെ നമ്മൾ ജനറേഷൻ ടു ജനറേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇങ്ങനൊരു മോർ നോളജബിൾ അതർ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി, നമ്മൾ ഇങ്ങനെ സൊസൈറ്റിയുടെ ഇൻട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളിൽ ഇങ്ങനെയൊരു സോഷ്യോ കൾച്ചറൽ ഡെവലപ്മെൻറ്റ് നമുക്ക് എല്ലാവർക്കും നടക്കുന്നത് എന്നാണ് വൈഗോട്സ്കി അദ്ദേഹത്തിൻ്റെ ഈ ഒരു തിയറിയിലൂടെ പറഞ്ഞിട്ടുള്ളത്. വൈഗോട്സ്കി പറയുന്നത് നമ്മൾ ഏതൊരു ഇൻഫൻസും, ഏതൊരാൾ ജനിക്കുമ്പോഴും അവരുടെ ഉള്ളിൽ കുറച്ച് ജനിക്കുമ്പോൾ തന്നെ ഇൻബോൺ ആയിട്ട് തന്നെ കുറച്ചധികം എലിമെൻ്ററി മെൻ്റൽ ഫങ്ഷൻസ് നമുക്കൊക്കെ ഉണ്ടാകും. അതായത് അറ്റൻഷൻ, സെൻസേഷൻ, മെമ്മറി, ഇതൊക്കെ എലിമെൻ്ററി മെൻ്റൽ ഫങ്ഷനായിട്ട് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഏതൊരു ഇൻഫൻസിലും ഒരു ഇൻബോൺ ആയിട്ടുണ്ടാകുന്ന കാര്യമാണ്. ഇതിൽ നിന്ന് നമ്മളൊരു ഹയർ മെൻ്റൽ ഫങ്ഷനിലേക്ക് എത്തുന്ന ആ ഒരു പ്രോസസ്സ്, നമ്മളൊരു അഡൾട്ട്ഹുഡൊക്കെ ആകുമ്പോഴേക്കാണ് ആ ഒരു ഹയർ മെൻ്റൽ ഫങ്ഷനിലേക്ക് എത്തുന്നത്. സോ ഈ ഒരു എലിമെൻ്ററി ഫങ്ഷനിൽ നിന്ന് നമ്മളൊരു ഹയർ മെൻ്റൽ ഫങ്ഷനിലേക്ക് എത്തുന്ന ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സോ ഇങ്ങനെ ഒരു സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെയാണ് കുട്ടി ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു ചെറിയ മെൻ്റൽ ഫങ്ഷനിൽ നിന്നും ഒരു ഹയർ ലെവൽ ഓഫ് മെൻ്റൽ ഫങ്ഷനിലേക്ക് എത്തുന്നത് എന്നാണ് വൈഗോട്സ്കി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയ 3 പ്രിൻസിപ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റത്തേതാണ് MKO, മോർ നോളജബിൾ അതർ. രണ്ടാമത്തേതാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ് ലാംഗ്വേജ്.
ഈ ഒരു 3 പ്രിൻസിപ്പിളാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു തിയറിയിലൂടെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഫസ്റ്റത്തെ പ്രിൻസിപ്പിളാണ് മോർ നോളജബിൾ അതർ. ആരാണ് മോർ നോളജബിൾ അതർ? യെസ്, ഒരു ലേണറിനേക്കാളും ഹയർ എബിലിറ്റി ഉള്ള, ഹയർ മെൻ്റൽ എബിലിറ്റി ആയിക്കോട്ടെ, ഹയർ എബിലിറ്റി ഉള്ള ഏതൊരാളെയും നമുക്ക് ഈ MKO ആയിട്ട് കൺസിഡർ ചെയ്യാം. അത് ലേണറിനേക്കാളും ഒരു അഡൾട്ട് ആവണമെന്നില്ല, അയാളെക്കാളും എബിലിറ്റി, ഹയർ മെൻ്റൽ എബിലിറ്റി ഉള്ള, അല്ലെങ്കിൽ അവൻ്റെ ബേസിക് ലെവലിൽ നിന്ന് അവന് പുതിയതായിട്ടൊരു അറിവ് പകർന്നു കൊടുക്കുന്ന ഏതൊരാളും മോർ നോളജബിൾ അതറാണ്. അത് ചിലപ്പോൾ ടീച്ചേഴ്സ് ആകാം, പാരൻസ് ആകാം, സൊസൈറ്റി ആകാം, ഗൂഗിൾ ആകാം, ഒക്കെ അറിവ് പകർന്നു തരുന്ന, നമുക്ക് അറിയുന്നതിനേക്കാളും കുറച്ചുകൂടി ഒരു ഹയർ ലെവൽ ഓഫ് ലേണിംഗ് നമുക്ക് തരുന്ന ആരും ഒരു മോർ നോളജബിൾ അതറാണ്. അടുത്തൊരു കോൺസെപ്റ്റാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയൊരു കോൺസെപ്റ്റാണ് കേട്ടോ. എന്താണ് ZPD? എന്ത് കുട്ടിക്ക് സ്വയം അച്ചീവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്താണ് കുട്ടിയുടെ അറിവിൽ നിന്ന് കുട്ടിക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നത്, അതും കുട്ടിക്ക് മറ്റൊരാളുടെ സഹായത്താൽ അറിയാൻ കഴിയുന്ന അല്ലെങ്കിൽ എത്താൻ പറ്റുന്ന ആ ഒരു അറിവുണ്ടല്ലോ, അത് രണ്ടും തമ്മിലുള്ള ഒരു റിലേഷൻ, അല്ലെങ്കിൽ അത് രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു സ്കിൽഡ് പേഴ്സൻ്റെ സഹായത്തോടു കൂടി കുട്ടിക്ക് എത്താൻ പറ്റുന്ന, അല്ലെങ്കിൽ കുട്ടിക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം. നമുക്കറിയാം, നമ്മൾ ബീച്ചിലേക്കൊക്കെ പോകുമ്പം ആദ്യം നമ്മൾ കുട്ടി തനിയെ കുറച്ചൊരു സ്ഥലം വരെ പോകുമല്ലേ, കുറച്ചുകൂടി കഴിയുമ്പോൾ വേറൊരാളുടെ അച്ഛൻ്റെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ ബ്രദേഴ്സിൻ്റെയോ ആരുടെയും സഹായത്തോടു കൂടി കുറച്ചുകൂടി അങ്ങോട്ട് മുമ്പിലേക്ക് പോകുമല്ലേ. അങ്ങനെ കുട്ടിക്ക് സ്വയം എവിടെ വരെ പോകാൻ പറ്റും, അല്ലെങ്കിൽ അവിടെ നിന്ന് കുട്ടിക്ക് മറ്റൊരാളുടെ സഹായത്തോടു കൂടി എത്താവുന്ന ആ ഒരു ഏരിയ വരെയുള്ള ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ ZPD കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതാണ് ഇവിടെ എപ്പോഴും നമുക്കൊരു സ്കഫോൾഡറുടെ ആവശ്യമുണ്ട്. സ്കഫോൾഡർ, സോ അത് ടീച്ചേഴ്സ് ആയിരിക്കാം, പാരൻസ് ആയിരിക്കാം, അങ്ങനെ ആരും ആകാം. അവിടെ ഒരു സ്കഫോൾഡറാണ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്, കുട്ടിയെ സഹായിക്കുന്ന, സ്കഫോൾഡ് ചെയ്യുന്ന ഒരാൾ. അതാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന ഒരു കോൺസെപ്റ്റിലൂടെ അദ്ദേഹം വിശദമായി പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തേതാണ് ലാംഗ്വേജ്. കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു റോൾ ഉള്ളത് ലാംഗ്വേജിനാണ്. 3 ഫോംസ് ഓഫ് ലാംഗ്വേജിനെ പറ്റിയിട്ട് വൈഗോട്സ്കി പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റതാണ് എക്സ്റ്റേണൽ ഓർ സോഷ്യൽ സ്പീച്ച്, രണ്ടാമത്തേത് പ്രൈവറ്റ് സ്പീച്ച്, മൂന്നാമത്തേതാണ് ഇന്നർ സ്പീച്ച്. ആദ്യത്തേതാണ് എക്സ്റ്റേണൽ അല്ലെങ്കിൽ സോഷ്യൽ സ്പീച്ച് എന്ന് പറയുന്നത് എന്താണ്? എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷനാണ്. അത് 2 വയസ്സ് മുതലാണ് അങ്ങോട്ട് തുടങ്ങുന്നത്. നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ആ ഒരു ലാംഗ്വേജ്, അതാണ് ഫസ്റ്റത്തെ ഒരു ഫോം ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത്, സോഷ്യൽ ലാംഗ്വേജ്. രണ്ടാമത്തേതാണ് പ്രൈവറ്റ് സ്പീച്ച്. പ്രൈവറ്റ് സ്പീച്ച് എന്ന് പറയുന്നത് തന്നോട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ലാംഗ്വേജ്, ആ ഒരു കാലഘട്ടമാണ്. അതായത് 3 വയസ്സ് മുതൽ അങ്ങോട്ടുള്ള ആ ഒരു കാലഘട്ടമാണ്, ആ ഒരു സമയമാണ് പ്രൈവറ്റ് സ്പീച്ചിലുള്ളത്. നമുക്കറിയാം, കുട്ടികളൊക്കെ കളിക്കുമ്പം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും, കുട്ടികൾ സ്വയം സംസാരിച്ചുകൊണ്ട് നമുക്കിനി കഞ്ഞിയും കറിയും വെക്കാം, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം, സ്വയം ഡയറക്റ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ സ്വയം തന്നോട് തന്നെ സംസാരിക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ആണ് പ്രൈവറ്റ് സ്പീച്ച് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. മൂന്നാമത്തേതാണ് ഇന്നർ സ്പീച്ച്. ഇന്നർ സ്പീച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ തന്നെ സംസാരിക്കുന്ന, ഒരു 7 വയസ്സ് മുതൽ അങ്ങോട്ട് നമ്മൾ സ്വയം ചിന്തിച്ചുകൊണ്ട് നമ്മൾ മനസ്സിൽ സംസാരിക്കും അല്ലേ. ദീസ് തോട്ട്സ് ആർ കണക്റ്റഡ് വിത്ത് വേർഡ്സ്. നമ്മൾ സ്വയം മനസ്സിലിങ്ങനെ ഓരോ കാര്യങ്ങൾ വിചാരിച്ച് നമ്മൾ അതുവരെ നമുക്കൊരു ഇന്നർ സ്പീച്ച് ഉണ്ടാവില്ല. 3 ഫോം ഓഫ് ലാംഗ്വേജ് അക്കോർഡിംഗ് ടു വൈഗോട്സ്കി. ഈ 3 ഫോം ഓഫ് ലാംഗ്വേജിന് നമ്മുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒന്നാണ്. നമ്മൾ ഇന്നർ സ്പീച്ചിൽ നിന്ന് ഒരു സോഷ്യൽ സ്പീച്ചിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്കുള്ളത് പ്രൈവറ്റ് സ്പീച്ചിലാണ്. പ്രൈവറ്റ് സ്പീച്ചിലാണ് നമ്മുടെ ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെൻ്റ് ഒക്കെ നടക്കുന്നത് എന്നാണ് വൈഗോട്സ്കി പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഈ ഒരു തിയറിയുടെ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ് ആയിട്ട് പറയാൻ പറ്റുക? യെസ്, സോഷ്യൽ ലേണിംഗ്, സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെയാണ് നമുക്ക് ആ ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. സോ കൊളാബറേറ്റീവ് ലേണിങ്ങിലൂടെയാണ് നമുക്ക് ആ ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് നടക്കുന്നത് എന്നാണ് വൈഗോട്സ്കി പറഞ്ഞിട്ടുള്ളത്. സോ ഇതാണ് സോഷ്യൽ കൺസ്ട്രക്റ്റിസം തിയറി ബൈ വൈഗോട്സ്കി. ഇതിൻ്റെ മറ്റൊരു പേരും കൂടി നമ്മൾ പറഞ്ഞു, സോഷ്യോ കൾച്ചറൽ തിയറി. അടുത്ത തിയറിയാണ് സോഷ്യൽ ലേണിംഗ് തിയറി ബൈ ആൽബർട്ട് ബന്ദൂര. അത് നമ്മൾ ക്ലിയർ ആയിട്ട് നല്ല ഡീറ്റെയിൽ ക്ലാസ് കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ പ്ലേലിസ്റ്റിലുണ്ട്, പോയി നോക്കിയാൽ മതി. അടുത്തൊരു ലാസ്റ്റിലുള്ള ഈ ഒരു ലേണിംഗ് തിയറിയിൽ വരുന്ന കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൻ്റെ തിയറിയിൽ വരുന്ന അവസാനത്തെ ഒരു തിയറിയാണ് മീനിങ്ഫുൾ വെർബൽ ലേണിംഗ് തിയറി. മീനിങ്ഫുൾ വെർബൽ ലേണിംഗ് തിയറി ബൈ ഡേവിഡ് ഒസബൽ, P. ഒസബൽ. അദ്ദേഹത്തിൻ്റെതാണ് മീനിങ്ഫുൾ വെർബൽ ലേണിംഗ് തിയറി.
അക്കോർഡിംഗ് ടു ഒസബൽ നമുക്ക് ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കൊഗ്നിറ്റീവ് സ്ട്രക്ചർ ഉണ്ട്. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയുന്ന നമ്മുടെ അറിവൊക്കെ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കൊഗ്നിറ്റീവ് സ്ട്രക്ചർ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതിലേക്ക് പുതിയ പുതിയ ഇൻഫർമേഷൻസ് വരുമ്പം നമ്മൾ കൂട്ടിച്ചേർത്ത് വെക്കുന്നതാണ്. ആ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കോഗ്നിറ്റീവ് സ്ട്രക്ചറിലേക്ക് പുതിയ പുതിയ ന്യൂ ഇൻഫർമേഷനൊക്കെ വരുമ്പം നമ്മൾ കൃത്യമായ രീതിയിൽ നല്ല രീതിയിൽ അവിടെ കൂട്ടിച്ചേർത്ത് വെക്കുന്നതാണ് എന്നാണ് ഒസബൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ന്യൂ ഇൻഫർമേഷനൊക്കെ റിസീവ് ചെയ്യുകയാണ് അല്ലെങ്കിൽ സബ്സംഷൻ ചെയ്യുകയാണ് എന്നാണ് ആര് പറയുന്നത്? ഒസബൽ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ലേണിംഗ് തിയറിക്ക് അദ്ദേഹം മീനിങ് വെർബൽ ലേണിംഗ് തിയറി, അതേപോലെ റിസപ്ഷൻ ലേണിംഗ് തിയറി, നമ്മൾ ഓരോ ഇൻഫർമേഷനും റിസീവ് ചെയ്യാണ്, നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കോഗ്നിറ്റീവ് സ്ട്രക്ചറിലേക്ക് നമ്മൾ റിസീവ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് റിസപ്ഷൻ ലേണിംഗ് തിയറി എന്നും സബ്സംഷൻ നമ്മൾ കൂട്ടിച്ചേർക്കുകയാണ് അല്ലേ, കൂട്ടിച്ചേർക്കുന്നതിനെയാണ് സബ്സംഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ള അറിവിലേക്ക് പുതിയൊരു അറിവ് കൂട്ടിച്ചേർക്കുന്നതാണ്, ഉൾച്ചേർക്കുന്നതാണ്, അതിനെയാണ് സബ്സംഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സബ്സംഷൻ തിയറി എന്നുകൂടി അദ്ദേഹത്തിൻ്റെ ഈ ഒരു ലേണിംഗ് തിയറി അറിയപ്പെടുന്നത്. ഒസബൽ പറയുന്നത് 2 തരത്തിൽ ലേണിംഗ് നടക്കാറുണ്ടെന്നാണ്. 2 തരത്തിൽ നമുക്ക് ലേണിംഗ് നടത്താം. ഏതൊക്കെയാണ്? ഒന്ന് മീനിങ് വെർബൽ ലേണിങ്ങും രണ്ടാമത്തേത് റോട്ട് ലേണിങ്ങുമാണ്. മീനിങ് വെർബൽ ലേണിംഗ് എന്താണ്? നമ്മൾ മനസ്സിലാക്കി ഓരോ കാര്യങ്ങൾ ഉൾക്കൊണ്ട് നമ്മൾ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കോഗ്നിറ്റീവ് സ്ട്രക്ചറിലേക്ക് പുതിയ ഇൻഫർമേഷൻ ആഡ് ചെയ്യുന്നത്, നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് അത് പഠിക്കുന്നത്. രണ്ടാമത്തെ ഒരു ടൈപ്പാണ് റോട്ട് ലേണിംഗ്. നമ്മൾ എല്ലാം കാണാപ്പാഠം പഠിച്ച് മനസ്സിലാക്കി വെക്കുന്നത്, പക്ഷെ അതിനധികം ആയുസ് ഉണ്ടാവില്ല അല്ലേ. സോ നമ്മൾ നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ലേണിങ്ങിന് മീനിങ് വെർബൽ ലേണിംഗ് തന്നെ നടത്തണമെന്നാണ് ഒസബൽ പറയുന്നത്. 4 പ്രോസസ്സിലൂടെയാണ് മീനിങ് വെർബൽ ലേണിംഗ് നടത്താവുന്നത് എന്നാണ് ഒസബൽ പറയുന്നത്. ആ 4 ലേണിംഗ് പ്രോസസ്സ് ഇതൊക്കെയാണ്: ഡെറിവേറ്റീവ് സബ്സംഷൻ, കോറിലേറ്റീവ് സബ്സംഷൻ, സൂപ്പർഓർഡിനേറ്റ് ലേണിംഗ് ആൻഡ് കോമ്പിനറ്റോറിയൽ ലേണിംഗ്. ഈ 4 പ്രോസസ്സിലൂടെയാണ് മീനിങ് വെർബൽ ലേണിംഗ് നടക്കുന്നത് എന്നാണ് ഒസബൽ പറയുന്നത്. ഫസ്റ്റത്തേതാണ് ഡെറിവേറ്റീവ് സബ്സംഷൻ. ഡെറിവേറ്റീവ് സബ്സംഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നോളജിലേക്ക് പുതിയൊരു ഇൻഫർമേഷൻ ആഡ് ചെയ്തിട്ട് നമ്മൾ ലേണിംഗ് നടത്തുന്നത്, അതാണ് ഡെറിവേറ്റീവ് സബ്സംഷൻ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. രണ്ടാമത്തേതാണ് കോറിലേറ്റീവ് സബ്സംഷൻ. കോറിലേറ്റീവ് സബ്സംഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നോളജിലേക്ക് നമുക്ക് അറിയുന്ന ഒരു കാര്യം കുറച്ചുകൂടി ഹയർ ലെവലായിട്ട് നമ്മളത് പഠിക്കുക. നമുക്ക് അറിയുന്ന എന്തോ ഒരു കാര്യമാണ്, അതിനെപ്പറ്റി കുറച്ചുകൂടി വിപുലമായിട്ടുള്ള ഒരറിവ്, നമുക്ക് ഹയർ ആയിട്ടുള്ള ഒരറിവ് നമുക്ക് കിട്ടി. സോ അതുകൂടി കൂട്ടിച്ചേർത്ത് നമ്മൾ ഉള്ള അറിവിനെ കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്ത്, അല്ലെങ്കിൽ അതിനെപ്പറ്റി കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി, അങ്ങനെ ഒരു പഠനം ഉണ്ടല്ലേ, അതിനെയാണ് കോറിലേറ്റീവ് സബ്സംഷൻ എന്ന് പറയുന്നത്. കോറിലേറ്റ് ചെയ്ത് പഠിക്കുക. ഒരു കാര്യത്തിനോട്, നമുക്ക് അറിയുന്ന ഒരു കാര്യത്തിനോട് അതിനെ പറ്റിയിട്ട് വേറൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് നമ്മൾ പഠിക്കുക, അതാണ് കോറിലേറ്റീവ് സബ്സംഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഡെറിവേറ്റീവ് എന്തായിരുന്നു? നമ്മൾ പുതിയൊരു കാര്യം പഠിച്ച് നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കോഗ്നിറ്റീവ് സ്ട്രക്ചറിലേക്ക് ആഡ് ചെയ്തതായിരുന്നു. മൂന്നാമത്തേതാണ് സൂപ്പർ ഓർഡിനേറ്റ് ലേണിംഗ്. സൂപ്പർ ഓർഡിനേറ്റ് ലേണിംഗ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ടു ജനറൽ എന്ന രീതിയിൽ പഠിപ്പിക്കുക. അതായത് കുട്ടിക്ക് ഓരോ കാര്യങ്ങളും സ്പെസിഫിക് ആയിട്ട് അറിയാം. ഓരോ ഫ്രൂട്ട്സിൻ്റെ പേരും, അതായത് മാംഗോ, ആപ്പിള്, ബനാന, അങ്ങനെ ഓരോ ഫ്രൂട്ട്സിൻ്റെ പേരറിയാം. അല്ലെങ്കിൽ ഓരോ വെജിറ്റബിൾസിൻ്റെ, ടൊമാറ്റോ, അതേപോലെ പൊട്ടറ്റോ, അതേപോലെ ക്യാബേജ്, അങ്ങനെ ഓരോന്നിൻ്റെയും സ്പെസിഫിക് ആയിട്ടുള്ള നെയിംസ് അറിയാം. പക്ഷേ ഇതൊക്കെ കൂടി പറയുന്നത് എന്താണ്? ഇതൊക്കെ കൂടിയാണ് വെജിറ്റബിൾസ് എന്ന് പറയുക, അല്ലെങ്കിൽ ഇതൊക്കെ കൂടിയാണ് ഫ്രൂട്ട്സ് എന്ന് പറയുക എന്ന് കുട്ടിക്ക് അറിയുന്നുണ്ടാവില്ല. സോ അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ജനറൽ എന്നുള്ള കാര്യത്തിലേക്ക് പഠിപ്പിക്കുന്നതാണ് സൂപ്പർ ഓർഡിനേറ്റ് ലേണിംഗ്. കോമ്പിനറ്റോറിയൽ ലേണിംഗ് എന്ന് പറയുന്നത് കമ്പൈൻ ചെയ്ത് പഠിപ്പിക്കുക. നമ്മുടെ പുതിയതായിട്ടൊരു നോളജ് വരുമ്പം, പുതിയതായിട്ട് ഒരു നോളജ് വരുമ്പം നമ്മുടെ പ്രയർ നോളജുമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നോളജുമായിട്ട് നമ്മളത് റിലേറ്റ് ചെയ്ത് കമ്പൈൻ ചെയ്ത് പഠിപ്പിക്കുക. സെയിം ലെവൽ ആണെങ്കിൽ കൂടി അത് ഡിഫറെൻറ്റ് ബ്രാഞ്ച് ആയിരിക്കാം. അങ്ങനെ കമ്പൈൻ ചെയ്തൊരു കാര്യം പഠിപ്പിക്കുന്നതിനെയാണ് നമ്മൾ കോമ്പിനറ്റോറിയൽ ലേണിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു 4 പ്രോസസ്സിലൂടെയാണ് മീനിങ് വെർബൽ ലേണിംഗ് നടക്കുന്നത് എന്നാണ് നമ്മുടെ ഒസബൽ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ തിയറിയിൽ അദ്ദേഹം അടുത്തൊരു കോൺസെപ്റ്റിനെ പറ്റി പറയുന്നത് അഡ്വാൻസ് ഓർഗനൈസേഴ്സിനെ പറ്റിയിട്ടാണ്. അഡ്വാൻസ് ഓർഗനൈസേഴ്സ് എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രക്ഷണൽ ടൂളാണ്. നമ്മുടെ എക്സിസ്റ്റിംഗ് നോളജിലേക്ക് പുതിയൊരു ന്യൂ നോളജ് അക്കോമഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് രണ്ടും കൂട്ടിച്ചേർക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷണൽ ടൂൾസാണ് അഡ്വാൻസ് ഓർഗനൈസേഴ്സ്. കുറേ അധികം അഡ്വാൻസ് ഓർഗനൈസേഴ്സിനെ പറ്റിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. സം ഓഫ് ദം ആർ കമ്പാരറ്റീവ് അഡ്വാൻസ് ഓർഗനൈസേഴ്സ്, എക്സ്പോസിറ്ററി അഡ്വാൻസ് ഓർഗനൈസേഴ്സ്, നരേറ്റീവ് അഡ്വാൻസ് ഓർഗനൈസേഴ്സ്, ഗ്രാഫിക്
സ്കിമ്മിങ് എക്സെട്ര. സോ എന്താണ് കമ്പാരറ്റീവ് അഡ്വാൻസ് ഓർഗനൈസേഴ്സ്? അത് പേര് പറയുന്നത് പോലെ തന്നെ കമ്പയർ ചെയ്ത് പഠിപ്പിക്കുക. ഒരു പുതിയ കാര്യം വരുമ്പം നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നോളജുമായിട്ട് കമ്പയർ ചെയ്ത് പഠിപ്പിക്കുന്നതിനെയാണ് കമ്പാരറ്റീവ് അഡ്വാൻസ് ഓർഗനൈസേഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് എക്സ്പോസിറ്ററി അഡ്വാൻസ് ഓർഗനൈസേഴ്സ്. പുതിയതായിട്ട് വന്നിട്ടുള്ള ആ ഒരു ന്യൂ നോളജിനെ ഡിസ്ക്രൈബ് ചെയ്ത് പഠിപ്പിക്കുന്നതിനാണ് എക്സ്പോസിറ്ററി അഡ്വാൻസ് ഓർഗനൈസേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. മൂന്നാമത്തേതാണ് നരേറ്റീവ് അഡ്വാൻസ് ഓർഗനൈസേഴ്സ്. കിട്ടിയ ആ ന്യൂ ഇൻഫർമേഷനെ നരേറ്റ് ചെയ്തിട്ട് ഒരു സ്റ്റോറി രൂപത്തിലോ അല്ലെങ്കിൽ ഒരു നല്ലൊരു നരേഷനിലൂടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പഠിപ്പിക്കുന്ന ഒരു രീതിയെയാണ് നരേറ്റീവ് അഡ്വാൻസ് ഓർഗനൈസേഴ്സ് എന്ന് പറയുന്നത്. ഗ്രാഫിക് അഡ്വാൻസ് ഓർഗനൈസേഴ്സ് എന്ന് പറയുമ്പം നമ്മൾ കിട്ടിയ ആ ന്യൂ ഇൻഫർമേഷൻ്റെ പിക്ചേഴ്സിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷ്വൽ മീഡിയ യൂസ് ചെയ്തുകൊണ്ട് വിഷ്വൽ ആയിട്ടുള്ള ലേണിങ്ങിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നതിനെയാണ് ഗ്രാഫിക് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ കുറേ അധികം അഡ്വാൻസ് ഓർഗനൈസേഴ്സിനെ പറ്റിയിട്ട് ഒസബൽ പറഞ്ഞിട്ടുണ്ട്. സോ ഇതായിരുന്നു പി ഒസബലിൻ്റെ മീനിങ് ഫുൾ വെർബൽ ലേണിംഗ് തിയറി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു ടോപ്പിക്കായി കാണാം. താങ്ക്